വാർത്തകൾ നോക്കാൻ വിശദമായി. ആദ്യം പോകുന്നത് ലൈവ് റിപ്പോർട്ട്സ് കൊച്ചിയിലേക്കാണ്. വിവാദ പെയിന്റിംഗ് ബിനാലയിൽ നിന്ന് നീക്കി. യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ ചിത്രം വികലമാക്കിയെന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ടോം വട്ടക്കുഴിയുടെ പെയിന്റിംഗ് ആണ് പിൻവലിച്ചത്. അന്ത്യ അത്താഴത്തെ അപമാനിക്കുന്ന ബിനാലെ പ്രദർശനത്തെക്കുറിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. ജനം ഇംപാക്ട് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, നമ്മൾ അന്നേ ചൂണ്ടിക്കാട്ടിയ ചിത്രമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഉയർന്നു. ഇപ്പോൾ ആ ചിത്രം പിൻവലിച്ചിട്ടുണ്ട്. പറയൂ ജിജീഷ്. രാഖി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാം, അല്ലെങ്കിൽ എന്തും കാണിച്ചു കൂട്ടാം എന്ന നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അനുമതി നൽകുന്ന ഒരു നീക്കങ്ങൾ തന്നെയായിരുന്നു വിവിധ സർക്കാർ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇത്തരത്തിൽ ബിനാലയിൽ അന്ത്യ അത്താഴത്തെ വികലമാക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, ക്രൈസ്തവ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രം പ്രദർശിപ്പിച്ചത്. അവിടെ അന്ത്യ അത്താഴത്തിൽ യേശു ക്രിസ്തുവിന് പകരം നഗ്നയായ സ്ത്രീയെയും ഒപ്പം തന്നെ ശിഷ്യരുടെ സ്ഥാനത്ത് കന്യാസ്ത്രീകളെയും എല്ലാം തന്നെ വരച്ചു ചേർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചിത്രം പ്രദർശിപ്പിച്ചത്. ജനം TV ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ, അത് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ പ്രദർശന ഹാള് അടച്ചിട്ടു. എന്നാൽ ചിത്രം ആ ഘട്ടത്തിൽ പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രിക്കടക്കം KCBC ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാതി നൽകി. സീറോ മലബാർ സഭ ശക്തമായി പ്രതിഷേധം ഉന്നയിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, അത് വിശ്വാസികളുടെ മേൽ കുതിര കയറാനുള്ള ഒരു അവസരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു സീറോ മലബാർ സഭ അടക്കം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തത്. തുടർന്നാണ് മറ്റു മാർഗങ്ങളില്ലാതെ ഇപ്പോൾ ആ ചിത്രം പിൻവലിച്ചിരിക്കുന്നത്. ഇതിന് ബിനാലെ ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നത് തങ്ങളെന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, കലാകാരന്മാരുടെ പക്ഷത്ത് നിൽക്കുന്നു, എന്നാൽ വിവാദമായ പശ്ചാത്തലത്തിൽ അത് പിൻവലിക്കുന്നു, ചിത്രം മാറ്റുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ടോം വട്ടക്കുഴിയുടെ ചിത്രം ഇതിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു നാടകത്തിൻ്റെ ഭാഗമായി, നാടകത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരം എന്ന നിലയിൽ അതിന് ഭാഗമായി വരച്ചു ചേർത്ത ചിത്രമായിരുന്നു. നേരത്തെ ഒരു ആനുകാലികത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത് വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അന്ത്യ അത്താഴത്തെ വികലമാക്കുന്ന രീതിയിലുള്ള ആ ചിത്രം എന്ന് പറയുന്നത് 2016 ആനുകാലികത്തിൽ അത്തരമൊരു ചിത്രം പുറത്തു വന്നത്. എന്നാൽ അതിനുശേഷം വളരെ ആസൂത്രിതമായി വർഷങ്ങൾക്ക് ശേഷം ബിനാലയിൽ ഒരിക്കൽ കൂടി അത് അവതരിപ്പിക്കുകയായിരുന്നു. ആ ചിത്രം പ്രദർശനത്തിനായി എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് സീറോ മലബാർ സഭ അടക്കമുള്ള സംഘടനകൾ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ആ ഒരു നാടകം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ത്യ അത്താഴത്തെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെ ആ ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൽ നഗ്നയായ ഒരു സ്ത്രീയെ നടുഭാഗത്തായി നിർത്തിയിരിക്കുന്നു. ആ ചിത്രത്തിൻ്റെ നടുക്ക് ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. അതിന് ചുറ്റും സാധാരണഗതിയിൽ യേശുദേവൻ്റെ ശിഷ്യഗണങ്ങളെയാണ് അവിടെ വരച്ചു ചേർക്കേണ്ടത് എങ്കിൽ അവിടെ കന്യാസ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും തന്നെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എല്ലാത്തിലും മാറ്റം വരുത്തിക്കൊണ്ടും അവഹേളനപരമായ ഒരു ചിത്രം തന്നെയാണ് അവിടെ വെക്കുകയും ചെയ്തത്. സി ഗോപൻ രചിച്ച മൃദുവാങ്ങിയുടെ ദുർമൃത്യു എന്ന നാടകത്തിൻ്റെ ചിത്ര ആവിഷ്കാരമായിരുന്നു ഈ രീതിയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടാണ് ചിത്രം ആദ്യം വരച്ചു ചേർത്തതും അത് പ്രദർശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പിന്നീട് ബിനാലയിൽ കൂടി ഈ ടോം വട്ടക്കുഴി അത് പ്രദർശിപ്പിക്കുകയായിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല എന്നത് തന്നെയായിരുന്നു ബിനാലെ ഫൗണ്ടേഷൻ്റെ അടക്കമുള്ള ഒരു നിലപാട്. എല്ലാ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വിശ്വാസികളുടെ മനസ്സുകളെ മുറിവേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്തരമൊരു ചിത്രം വയ്ക്കാൻ പോലും അനുവദിക്കില്ലായിരുന്നു. മറിച്ച് അത് പ്രതിഷേധമുണ്ടായ ഘട്ടത്തിൽ മാത്രം താൽക്കാലികമായി അവിടെ പ്രദർശന ഹാൾ അടച്ചിടുന്നു. അതിനുശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ കനക്കുകയും മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മാത്രമാണ് ഒരു വീണ്ടും വിചാരത്തിന് ബിനാലെ ഫൗണ്ടേഷൻ തയ്യാറായതും ആ ചിത്രം മാറ്റിക്കൊണ്ട് പ്രദർശനം സാധാരണ നിലയിൽ തുടരാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ക്രൈസ്തവ ഹൈന്ദവ ബിംബങ്ങളെ വലിയ തോതിൽ അവഹേളിക്കുന്ന ചിത്ര പ്രദർശനങ്ങൾ,
ചിത്രങ്ങൾ എല്ലാം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പല ഘട്ടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം അതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തും ചെയ്യാം, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ അവസാനിപ്പിക്കുകയോ അതിനെ നേരിടുകയോ ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു വലിയ വിമർശനം അത് കൂടുതൽ കനക്കുന്നു എന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഈ ഒരു പിന്മാറ്റം എന്ന് മനസ്സിലാക്കാനും കഴിയും. രാഖി, ശരി ജിജീഷ്, എന്തായാലും വിവാദ ചിത്രം ഇപ്പോൾ ബിനാലിൽ നിന്ന് നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.